ഹലോ ഹായ് ഇറ്റ്സ് മീ യുവർ സിനിമ ചേട്ടൻ. ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴിൽ ഇറങ്ങിയിട്ടുള്ള ഒരു 10 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. അതിഗംഭീരമായി കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു 10 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങളാണ്. ഒരുപക്ഷെ ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു 10 സിനിമകൾ തന്നെ ആയിരിക്കാം. എന്നിരുന്നാൽ പോലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കും കൂടിയാണ് ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. മൂവീസ് എങ്ങനെ ഉണ്ടെന്നുള്ള നിങ്ങളുടെ അഭിപ്രായവും കമന്റ് ചെയ്യാനായി മറക്കരുത്. അപ്പോൾ ഏതാണ് ആ 10 സിനിമകളെന്ന് നോക്കാം. ലെറ്റ്സ് ഗോ. 2018 ഒരു ക്രൈം ത്രില്ലർ മൂവിയായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഇരവക്ക് 1000 കണ്ണുകൾ. ഇരവക്ക് 1000 കണ്ണുകൾ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ അരുൾനിധിയാണ് ഇതിലെ ഹീറോ. അരുൾനിധി ഒരു ക്യാബ് ഡ്രൈവറാണ്. അങ്ങനെ സിറ്റിയിൽ ഒരു കൊലപാതകം നടക്കുകയാണ്. അങ്ങനെ ഈ ഒരു മർഡർ നമ്മളെ അരുൾനിധിയുടെ തലയിലേക്ക് വെച്ച് കെട്ടാനായി പോലീസ് ശ്രമിക്കുകയാണ്. അപ്പൊ അതിൽ നിന്നും അയാൾ എങ്ങനെ രക്ഷപ്പെടുന്നു, എങ്ങനെ സർവൈവ് ചെയ്യുന്നു, യഥാർത്ഥ പ്രതിയെ എങ്ങനെ കണ്ടെത്തുന്നു എന്നൊക്കെ ഉള്ള ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ചിത്രം തന്നെയാണ് ഇരവക്ക് 1000 കണ്ണുകൾ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉറപ്പായി എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.3 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ രണ്ടാമത്തെ ചിത്രം എന്നോ. போலீஸ் எதுக்கு உங்களை துரத்துது? என்ன நடந்துச்சு? 2018 തമിഴിൽ ഇറങ്ങിയ ഒരു ക്രൈം ത്രില്ലർ മൂവിയാണ് ഇമൈക്ക നൊടികൾ. നയൻതാരയാണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു സിറ്റിയിൽ ഒരുപാട് പേരെ തട്ടിക്കൊണ്ടുപോയി കിഡ്നാപ്പ് ചെയ്ത് കൊണ്ടുപോയി കാശ് ആവശ്യപ്പെടുന്ന ഒരാൾ. അങ്ങനെ ആ ആവശ്യപ്പെട്ട കാശ് കിട്ടിയിരുന്നാൽ പോലും ആ ആൾക്കാരെ വളരെ മൃഗീയമായി കൊന്ന് ഡെഡ് ബോഡിയായി തിരിച്ച് എത്തിക്കുന്ന ഒരു സീരിയൽ കില്ലർ. അങ്ങനെ ആ സീരിയൽ കില്ലറിനെ പിടിക്കാനായി നയൻതാരയും ടീമും എത്തുകയാണ്. ശേഷമുള്ള ഗംഭീരമായ അന്വേഷണങ്ങളും അതിന്റെ കണ്ടെത്തലും ഒക്കെയാണ് ഈ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എന്ന് പറയാം. ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ പറ്റിയ ഒരു സിനിമയാണ് ഇമൈക്ക നൊടികൾ എന്ന ഈ ഒരു ചിത്രം. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എന്റെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.3 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ മൂന്നാമത്തെ ചിത്രം എന്നോ. He thinks he's smart, but he's not. 2017 തമിഴിൽ ഒരു ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് നിപുണൻ. നിപുണൻ എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ അർജുനാണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അർജുൻ ഒരു പോലീസ് ഓഫീസറാണ്. പോലീസിന് ക്ലൂകൾ കൊടുത്തുകൊണ്ട് കൊലപാതകങ്ങൾ ചെയ്യുന്ന ഒരു സീരിയൽ കില്ലർ. അങ്ങനെ ഈ ക്ലൂകൾ വെച്ച് എങ്ങനെ ആ സീരിയൽ കില്ലറിനെ കണ്ടെത്തുന്നു എന്നൊക്കെ ഉള്ള ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചിത്രമാണ് നിപുണൻ എന്ന ഈ ഒരു ചിത്രം. ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാൻ ശ്രമിക്കുക. 6.5 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ നാലാമത്തെ ചിത്രം എന്നോ. இதோ நீளமா தெரியுதுல்ல இந்த குளம், இங்க ஒரு கொலை நடந்திருக்கு. 2019 ഒരു ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് തടം. തടം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്താൽ അരുൺ വിജയ് ആണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. ഒരു ഡബിൾ റോളിലാണ് അരുൺ വിജയ് എത്തുന്നത്. അങ്ങനെ ഒരു കൊലപാതകം നടക്കുകയാണ്. ആ കൊലപാതകം അരുൺ വിജയ് ചെയ്ത ഈ ഡബിൾ റോളിൽ ചെയ്ത ഒരാളാണ് ആ കൊലപാതകം ചെയ്തിട്ടുള്ളത്. പക്ഷെ അത് ആരാണ് കൊലപാതകം ചെയ്തതെന്നുള്ള അവസാനം വരെ റിവീൽ ചെയ്യുന്നില്ല. അത് കണ്ടെത്താനുള്ള ഒരുപാട് ഗംഭീരമായ ശ്രമങ്ങളൊക്കെയാണ് തടം എന്ന ഈ ചിത്രത്തിൽ പറയുന്നത്. ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ്സ് ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ഒരു ചിത്രം തന്നെയാണ്. അപ്പോൾ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.1 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ അഞ്ചാമത്തെ ചിത്രം എന്നോ. ആന്ധ്ര TV ഫുള്ള് നമ്മ മാറ്റർ தான் ട്രെൻഡിങ്. 2017 ഒരു ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സത്യ. ശിബിരാജ് ആണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അത് നമ്മുടെ സത്യരാജിന്റെ മകനാണ് ശിബിരാജ്. ശിബിരാജാണ് പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ശിബിരാജ് ഒരു CBI ഓഫീസറാണ്. രമ്യ നമ്പീശന്റെ മകളെ കാണാനില്ല എന്നൊരു പരാതി ലഭിക്കുകയും അങ്ങനെ CBI ഓഫീസറായ ശിബിരാജ് ഈ ഒരു കേസിൽ ഇൻവോൾവ് ആവുകയും തുടർന്നുള്ള ഗംഭീരമായ അന്വേഷണങ്ങളും കണ്ടെത്തുന്ന കുറെ ദുരൂഹതകളും ഒക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. തീർച്ചയായും ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രം തന്നെയാണ് സത്യ എന്ന ഈ ഒരു മൂവി. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.3 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ആറാമത്തെ ചിത്രം എന്നോ. 2013 ഒരു ഗംഭീര ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഓനായും ആട്ടുകുട്ടി. മിഷ്കിനാണ് ചിത്രത്തിന്റെ സംവിധാനം. ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമ തന്നെയാണ് ഓനായും ആട്ടുകുട്ടി എന്ന ഈ ചിത്രം. ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ നമ്മുടെ ഇതിലെ ഹീറോ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് ആണ്. അങ്ങനെ രാത്രി നമ്മുടെ ഹീറോ ബൈക്കിൽ ഇങ്ങനെ ഒറ്റയ്ക്ക് വരുന്ന ഒരു സമയത്ത് ഒരാൾ വഴിയിൽ പരിക്കേറ്റ് കിടക്കുകയാണ്. അങ്ങനെ ഒരു മെഡിക്കൽ സ്റ്റുഡന്റ് എന്ന ഒരു രീതിയിൽ അദ്ദേഹത്തെ വീട്ടിലെത്തിക്കുകയും അദ്ദേഹത്തിന് വേണ്ട പ്രോപ്പറായ ഒരു ചികിത്സയൊക്കെ നൽകുകയും ചെയ്യുന്നു. അങ്ങനെ ശേഷമാണ് മനസ്സിലാവുന്നത് ഈ വഴിയിൽ കിടന്ന ഒരാൾ ഒരു ക്രിമിനൽ ആണ് എന്നുള്ള സത്യം ഈ മെഡിക്കൽ സ്റ്റുഡന്റ് തിരിച്ചറിയുകയാണ്. തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സംഭവങ്ങൾ തന്നെയാണ് ഓനായും ആട്ടുകുട്ടി എന്ന ഈ ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട്. തീർച്ചയായും കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 8.1 out of 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ഏഴാമത്തെ ചിത്രം എന്നോ. 2009 ഒരു ഹൊറർ മിസ്റ്ററി ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് ഈറ.
ഈറം എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരു അപ്പാർട്ട്മെന്റിൽ ഒരു പെൺകുട്ടി സൂയിസൈഡ് ചെയ്തതായിട്ട് കാണപ്പെടുകയാണ്. അങ്ങനെ നമ്മളെ ഇതിലെ പ്രധാന ഹീറോ ആയ പോലീസ് ഓഫീസർ വരികയും ഇതൊരു സൂയിസൈഡ് അല്ല എന്ന് അദ്ദേഹം പറയുകയും തുടർന്നുള്ള ആ ഒരു അന്വേഷണങ്ങളാണ് ഈറം എന്ന ഈ ഒരു ചിത്രത്തിൽ പറയുന്നത്. കുറച്ച് ഹൊറർ എലമെന്റ് ഒക്കെ ചേർത്തുകൊണ്ടുള്ള ഒരു ഗംഭീരമായ ത്രില്ലർ മൂവി തന്നെയാണ് ഈറം എന്ന ഈ ഒരു ചിത്രം. അപ്പൊ കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഉറപ്പായും ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.6 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 8ാമത്തെ ചിത്രമേ ഒന്നും. ഒരു ഗംഭീര ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് V1 മർഡർ കേസ്. V1 മർഡർ കേസ് എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ചിത്രത്തിന്റെ ആദ്യം കാണിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു IT കമ്പനിയിൽ നിന്നും രാത്രി ജോലി കഴിഞ്ഞ് ഒറ്റയ്ക്ക് നടന്നു വരുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടിയെ ഒരാൾ ഫോളോ ചെയ്യുന്ന ആ കുട്ടിക്ക് തോന്നുന്നു. അങ്ങനെ ഈ ഫോളോ ചെയ്ത ആൾ ആ കുട്ടിയുടെ കഴുത്തിൽ കുത്തി കൊലപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. അങ്ങനെ തുടർന്ന് ആ സിറ്റിയിൽ നിരവധി കൊലപാതകങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ഫോറൻസിക് എക്സ്പെർട്ട് ആയ നമ്മുടെ ഹീറോ ഇതിൽ ഇൻവോൾവ് ആകുകയും തുടർന്നുള്ള ഗംഭീരമായ അന്വേഷണങ്ങളും ആ സീരിയൽ കില്ലർ ആരെന്നൊക്കെ അറിയാനുള്ള കുറെ ശ്രമങ്ങളും ഒക്കെയാണ് ചിത്രത്തിൽ പറയുന്നത്. V1 മർഡർ കേസ് എന്ന ഈ ഒരു ചിത്രം കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 6.7 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ 9ാമത്തെ ചിത്രമേ ഒന്നും. 2017 ഒരു മെഡിക്കൽ ക്രൈം ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് കുറ്റം 23. കുറ്റം 23 എന്ന ഈ ഒരു ചിത്രത്തിന്റെ കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ ഒരിടത്ത് ഒരു 2 കൊലപാതകങ്ങൾ നടക്കുകയാണ്. അങ്ങനെ ആ 2 കൊലപാതകങ്ങൾക്കും സാക്ഷിയായി നമ്മുടെ ഹീറോയിൻ വരികയാണ്. അങ്ങനെ ഈ കൊലപാതകങ്ങൾ അന്വേഷിക്കാനായി നമ്മുടെ ഹീറോ അരുൺ വിജയ് പോലീസ് ഓഫീസർ എത്തുകയാണ്. തുടർന്ന് ഈ കേസ് അന്വേഷിക്കുന്നതിനിടയിൽ അരുൺ വിജയുടെ ചേട്ടന്റെ ഭാര്യയും കൊല്ലപ്പെടുകയാണ്. അങ്ങനെ ഈ കൊലപാതകങ്ങളും സിറ്റിയിലുള്ള ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലുമായുള്ള ബന്ധമൊക്കെയാണ് ഈ ചിത്രത്തിന്റെ ഗംഭീരമായ ത്രില്ലിംഗ് മൊമെന്റ് എന്ന് പറയാം. തീർച്ചയായും ഗംഭീരമായി തന്നെ ത്രില്ലടിച്ച് കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു ചിത്രമാണ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.3 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ലിസ്റ്റിൽ ലാസ്റ്റ് ആൻഡ് ഫൈനൽ 10ാമത്തെ ചിത്രമെന്നു. 1978 ഒരു റൊമാൻസ് ത്രില്ലറായി പുറത്തിറങ്ങിയ ഒരു ചിത്രമാണ് സിഗപ്പ് റോജാക്ക. കമൽ ഹസൻ ആണ് ഇതിലെ പ്രധാന വേഷത്തെ കൈകാര്യം ചെയ്തിരിക്കുന്നത്. വളരെ ഗംഭീരമായ ഒരു ചിത്രം തന്നെയാണ്. അന്നത്തെ കാലത്തെ വെച്ച് നോക്കുകയാണെങ്കിൽ ഗംഭീരമായി തന്നെ കണ്ടിരിക്കാൻ സാധിക്കുന്ന ഒരു സിനിമയാണ്. കഥയുടെ പ്ലോട്ട് എടുത്ത് നോക്കിയാൽ കുട്ടിക്കാലത്ത് സ്ത്രീകളുടെ മേൽ ചെയ്യാത്ത ഒരു തെറ്റിന് ശിക്ഷ അനുഭവിക്കുന്ന ഒരു പയ്യൻ. അങ്ങനെ ആ പയ്യൻ വളർന്നു വലുതായ ശേഷം സ്ത്രീകളോട് വളരെയധികം വെറുപ്പ് തോന്നുകയും അങ്ങനെ സ്ത്രീകളെ പ്രണയിച്ച് വശത്താക്കിയ ശേഷം അവരെ കൊലപ്പെടുത്തുന്ന ഒരു സീരിയൽ കില്ലറായി മാറുകയാണ് നമ്മുടെ ഹീറോ കമൽ ഹസൻ. അങ്ങനെ തുടർന്ന് സംഭവിക്കുന്ന ഗംഭീരമായ സംഭവങ്ങളാണ് സിഗപ്പ് റോജാക്കൾ. ഒരുപാട് പേര് കണ്ടിരിക്കാൻ സാധ്യതയുള്ള ഒരു സിനിമയാണ്. എന്നിരുന്നാൽ പോലും കണ്ടിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ കാണാനായി ശ്രമിക്കുക. ഗംഭീരമായ ഒരു ത്രില്ലർ മൂവി തന്നെയാണ്. 1960കളിൽ രാമൻ രാഘവ് എന്ന് ജീവിച്ചിരുന്ന ഒരു സീരിയൽ കില്ലർ ഉണ്ട്. അദ്ദേഹത്തിന്റെ കുറെ സ്റ്റോറികൾ ഇൻസ്പയർ ചെയ്തുകൊണ്ടാണ് ഈ ഒരു ചിത്രം മേക്ക് ചെയ്തിരിക്കുന്നത്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ടെലഗ്രാം ചാനലിൽ പോയി ഡൗൺലോഡ് ചെയ്ത് കാണാവുന്നതാണ്. 7.8 ഔട്ട് ഓഫ് 10 ആണ് ചിത്രത്തിന്റെ IMDb റേറ്റിംഗ്. അപ്പോൾ ഇതൊക്കെയാണ് തമിഴിൽ ഇറങ്ങിയ ഒരു 10 ക്രൈം ത്രില്ലർ മൂവീസിന്റെ വിശേഷങ്ങൾ. കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ കണ്ടതിന് ശേഷം മൂവീസ് എങ്ങനെയുണ്ടെന്നുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക. എല്ലാ സിനിമകളുടെയും ഡൗൺലോഡ് ലിങ്കുകൾ എന്റെ ടെലഗ്രാം ചാനൽ അവൈലബിൾ ആണ്. ടെലഗ്രാം ചാനലിന് പുറമെ ഇപ്പോൾ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് കൂടി ഞാൻ ആരംഭിച്ചിട്ടുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവർ അതിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. ചാനൽ ആദ്യമായി കാണുന്ന ഒരാളാണെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു ഗംഭീരമായ എപ്പിസോഡുമായി കാണുന്നവരെ ബൈ ബൈ.